വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിം വെച്ചു കൊടുക്കുക. ഈ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുക. അപ്പൊ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ മുട്ടയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിനു ശേഷം അതിന്റെ തോടെല്ലാം പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയ ഹോളുള്ള ഗ്രേറ്റർ കൂടിയാണ് ഈ മുട്ട ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് വലിയ ഗ്രേറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഹോളിൽ കൂടെ ഈ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മൂന്ന് മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് അധികം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഇത് അധികം എരിവൊന്നും ഉണ്ടാവില്ല. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ എടുക്കുക. അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. അപ്പൊ അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പൊ കുരുമുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്. പെരിഞ്ജീരകമാണ്, ചെറിയ ജീരകത്തിന്റെ പൊടിയല്ല, പെരിഞ്ജീരകത്തിന്റെ പൊടിയാണ് ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഉപ്പൊക്കെ അവരവരുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ മുട്ടയും പൊടികളും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്ത സവാള, ഒരു സവാളയുടെ പകുതി സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് സവാള ഇടണ്ട. ഇപ്പൊ ചെറിയ സവാള ആണെങ്കിൽ ഒരെണ്ണം എടുക്കുക. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മളിതിൽ സവാള ഒന്നും വഴറ്റുന്നില്ല, വഴറ്റാതെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടെടുക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യത്തിനുള്ള എരിവ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ആവശ്യത്തിന് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഇട്ടതെല്ലാം കറക്റ്റ് ആണ്. ഇവിടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അവരവരുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ എണ്ണ ചേർത്ത് കൊടുത്തതുകൊണ്ട് നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് എണ്ണയും ഉപ്പും മാവുമായിട്ട് കൈവച്ച് ഇതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. അപ്പൊ മാവും എണ്ണയും ഉപ്പും നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോ 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. എടുക്കുന്ന ഓരോ ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതിയാവും. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായിട്ട് മാവ് കുഴക്കരുത്. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം. അപ്പൊ എനിക്കിപ്പോ 1/4 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. 1-2 മിനിറ്റെങ്കിലും ഇതുപോലെ മാവ് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. ഈ മാവ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം.
ഇപ്പൊ നമ്മള് മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. മാവ് കുറച്ചും കൂടുതൽ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പൊ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി മാവും ഉരുട്ടിയെടുക്കാം. ഇപ്പൊ മാവ് മുഴുവനും 6 ഉരുളകളായിട്ട് ഇതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു ഉരുള എടുക്കാം. ബാക്കി മാവ് മൂടി വെക്കാം. കുറച്ച് ഗോതമ്പ് പൊടി ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഗോതമ്പ് പൊടി ഒന്ന് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നല്ല കനം കുറച്ച് പരത്തിയെടുക്കാം. കുറച്ച് ഇതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിന് നല്ല കനം കുറച്ച് പരത്തി എടുക്കാം. ഇതിന്റെ ഒരറ്റത്തായിട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ആണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കും. അപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം കൈവച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളിതുപോലെ കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫില്ലിംഗ് ഒക്കെ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫില്ലിംഗ് ഒന്നും പുറത്തു പോവാതെ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പൊ നല്ലൊരു ഡിസൈനിങ് കിട്ടും. ഫില്ലിംഗ് ഒന്നും പുറത്തു പോവുകയില്ല. ഈ ഒരു രീതിക്ക് വേണം ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാൻ. ഇപ്പൊ ബാക്കിയിരിക്കുന്ന മാവെല്ലാം പരത്തി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇതൊന്ന് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി തവയിലേക്ക് ഇതൊന്ന് വെച്ചു കൊടുക്കാം. ഇനിയും ഫ്ലെയിം വെച്ചു കൊടുക്കാം. ഇതിന്റെ പുറത്തും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്യാം. ഒരു 10-15 സെക്കൻഡ് ആകുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ടുകൾ, ബ്രൗൺ നിറത്തിലുള്ള ഡോട്ടുകൾ വരുന്ന സമയത്ത് വേണം തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ഇതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയോടെ ഇതിന്റെ പുറത്തായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കണ്ടില്ലേ, നല്ല വീർത്ത് വരുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ നല്ലോണം ചൂടായി നമുക്ക് കഴിക്കാൻ പാകത്തിന് റെഡിയായി കിട്ടും. നമുക്കിത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ 2 സൈഡും ഇതാ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നല്ലോണം വീർത്തൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. ഇപ്പൊ നമ്മുടെ എഗ് പൊറോട്ട ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 മുട്ട വെച്ച് അടിപൊളി ടേസ്റ്റുള്ള ഫില്ലിംഗ് വെച്ചിട്ടുള്ള എഗ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്.